ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് VS അച്യുതാനന്ദൻ മരിച്ചതുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പം നമുക്കിന്ന് വീട്ടിലത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബാ. എന്താ പരിപാടി? ഇന്ന് ലീവൊക്കെ അല്ലേ? പണികളൊക്കെ കഴിയുന്നായി. ചാടിച്ചല്ലോ, ചോറണം. പിന്നെ എന്താ സ്പെഷ്യല്? കപ്പ ബിരിയാണി ഓക്കെ. ലീവായതുകൊണ്ട് നമ്മള് കിടന്നോ? ഒരു സാധനം കൂടെ കഴിക്കണം. തേങ്ങ, രണ്ട് തേങ്ങ, പിന്നെ തേങ്ങ വയ്ക്കണം, പിന്നെ ബീഫ് മസാല, പിന്നെ ഒരു മറ്റേ നെറടിയെല്ലാം കൂടെ ഒരു ചട്ടി, മറ്റേ നമ്മുടെ ഇൻഡോർ പ്ലാന്റിലൊക്കെ പോട്ടില്ലേ, കൊറിയർ വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി വിട്ടുപോയി. അത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ അതും മേടിക്കണം. കപ്പക്കൂട്ടും മേടിക്കണം. കപ്പ 50 രൂപ വെച്ച് 50 രൂപ ചേച്ചി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റിനുവിൻ്റെ കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോനൊക്കെ നല്ല ഉറക്കാണ്. നമ്മളിങ്ങനെ അവളെ ഓർഡറും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ എന്ത് ചെയ്യാം, കാർ എടുക്കണോ ബൈക്ക് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും കാർ എടുത്ത് പോയേക്കാം. ഈ സാധനങ്ങളൊക്കെ വാങ്ങി വരണ്ടേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാർ ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് പോയിട്ട് വന്നാലോ? മേപ്പാടി പോകണം. ഇനിയിപ്പോൾ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊന്നും ബീഫ് ഇതൊക്കെ കിട്ടാനിപ്പോൾ ഈ ടൈം കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് മേപ്പാടി പോവാം. ഇത് നമ്മളെ വീടിൻ്റെ മോൾ ഭാഗമാണ്. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. അങ്ങനെ നമ്മളെ കട്ടറും ഇതൊക്കെ ചാടി നമ്മൾ എന്ത് ചെയ്ത് തായർപ്പറ്റെത്തി. ഇനി മരക്കാർക്കാരുടെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ചെടി ഇട്ട് വെക്കാനുള്ളൊരു ബൗള് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ മോഡലേ ഉള്ളൂ. ഈ മോഡൽ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മേപ്പാടി പോകും. അപ്പോൾ നമ്മൾ കടയിൽ പോയി നോക്കിയപ്പോൾ കടയിൽ ഇപ്പോൾ മേപ്പാടിയിൽ തന്നെ പോകേണ്ടി വരുന്നു. മേപ്പാടിയിലേക്ക് പോയോ? ബീഫ് കടയിലെത്തി. ബീഫ് കടയിൽ ബീഫും വാങ്ങി നേരെ കപ്പക്കടയിൽ പോയി കപ്പയും വാങ്ങി. അങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, 199 ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അതാക്കുന്ന ഇഷ്ടം പോലെ ബൗൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ബൗളും സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ 2 തേങ്ങയും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇനി ഈ തേങ്ങ എടുത്തിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. നമ്മൾ പോയി വന്നപ്പോഴത്തേന് ഇവിടെ ഒരാളെ നീറ്റിക്കുന്നത്. അങ്ങനെ അപ്പൂനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞങ്ങൾ നേരെ വീഡിയോ എടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെയായി. അപ്പോഴത്തേനും അപ്പു സാധനങ്ങളൊക്കെ കിച്ചണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അങ്ങനെ റിനുവിനോട് ഞാൻ പറഞ്ഞു, റിനു റെഡി അല്ലേ, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും, ബൗളെടുത്ത് തോട്ടിലേക്ക് പോവാട്ടോ. നമ്മൾ കല്ല് വെറുക്കാൻ വേണ്ടി പോകട്ടോ തോട്ടിലേക്ക്. മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഇതാ തോട്ടിൽ നമ്മൾ വന്നിട്ടേ. ഇവിടെ നമുക്ക് കുറച്ച് കല്ലുകൾ വെക്കാം. കല്ല് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് കല്ലാണ്. ആ ചെടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കിട്ടുന്നൊന്നും അറിയില്ല, കിട്ടുന്ന അത്ര എടുക്കാം. അങ്ങനെ കുറച്ച് കല്ല് കിട്ടി. ഇത് കണ്ടോ, ഇതൊക്കെ ചെറുതാണ്, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ളതായത് കൊണ്ട് നമ്മളെടുത്ത് അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഇത്രയും കല്ല് വെട്ടി അടുത്ത
അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പോട്ടും ചെടിയും ഒക്കെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫും കപ്പയും റെഡിയാക്കാൻ പോവാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ്. അപ്പോ ഇത് യെസ്, എങ്ങനെയുണ്ട്? ഞാനല്ലല്ലോ നമ്മളല്ലേ പറയണ്ടേ. ചായ, കപ്പ ബിരിയാണി, കെട്ടൻ ചായ, കുറച്ച് ഉള്ളിയും കൂടെ ഉണ്ട്, പൊടിച്ചേനെ ഉള്ളി ചില ഓൾറെഡി. അപ്പോൾ കഴിച്ചു നല്ല ചൂടുള്ള ഇതൊക്കെ കഴിക്കാം, ഞാൻ കഴിക്കാം, നിങ്ങളുണ്ടാക്കി കഴിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ദിവസം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.